Boche Gold and Diamonds. Buy now, pay later. പ്രിയദർശിനി സർവീസ് കാരണം സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന നഷ്ടം പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. നിരവധി ആവശ്യങ്ങളുമായി സ്വകാര്യ ബസ് ഉടമകൾ LDF സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും 10 വർഷം ഒന്നും ചെയ്തില്ലെന്നും മന്ത്രി CP ജോൺ പാലക്കാട്ട് പറഞ്ഞു. പ്രിയദർശിനി വന്നതുകൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഉണ്ടായ റൂട്ടുകളുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു ഔദ്യോഗികമായ ഒരു കമ്മിറ്റി വെക്കുന്നതാണ്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ബന്ധപ്പെട്ട ആളുകൾ മൊഴി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് സർക്കാർ മനസ്സിലാക്കുകയും ചെയ്യും. ഇതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. നഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കിയത് എന്തായിരിക്കും പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 33,000 പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിപ്പോൾ 8,000-ത്തിനടുത്തേക്ക് ചുരുങ്ങിയത് പ്രിയദർശിനി കൊണ്ടല്ല. അപ്പോൾ ഒരു ക്രൈസിസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ആ ക്രൈസിസിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ അതിന് പരിഹാരം കണ്ടെത്താനോ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു നടപടിയും എടുത്തതായി നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. കൺസെഷൻ നിരക്ക് കൂട്ടുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്യും. പ്രിയദർശിനി സംവിധാനം അവസാനിപ്പിക്കില്ലെന്നും ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.